എക്കണോമിയാണിത്, നോളജല്ല. നിങ്ങളത് സമ്പാദിച്ച് നിങ്ങളാണ് മോളി വരുന്നതെങ്കിൽ നിങ്ങളാവും. ഇത്രേ ഉള്ളതിൻ്റെ കാര്യം. ക്ലിയർ? അപസ്മാരം വളരെ പെട്ടെന്ന് മാറുന്ന ഒരു രോഗമാണ്. അതിനൊരു യോഗം അതിനകത്തുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. അപസ്മാരാന്തക കഷായം എന്ന് പറഞ്ഞിരുന്നുണ്ട്. പഴയ മണ്ണാന്മാരാണ് ഏറ്റവും കൂടുതൽ അപസ്മാരത്തെ കൺട്രോൾ ചെയ്തിട്ടുള്ളത്. അതിൻ്റെ മരുന്നുകളെല്ലാം വളരെ എളുപ്പമാണ്, അതിൻ്റെ കൃതം. പക്ഷേ അത് നിങ്ങൾക്ക് ഉണ്ടാക്കണമെങ്കിലുള്ള ബുദ്ധിമുട്ട് കാക്കച്ചോര, കാരാമച്ചോര മുതലായ മരുന്നുകളെല്ലാം അത് ചേർത്ത് നെയ്യ് കാച്ചണം. അങ്ങനെയുള്ള നെയ്യുണ്ട്. പിന്നെ ആയുർവേദത്തിൽ ഒരു ഒട്ടേറെ കഷായങ്ങൾ അപസ്മാരത്തിന്, ഒന്നോ രണ്ടോ അല്ല, പലങ്കഷാദ്യം മുതലായ തൈലങ്ങളുണ്ട്, മഹാപൈശാചികം മുതലായ ഘൃതങ്ങളുണ്ട്. ഇവയൊക്കെ ഫലപ്രദമാണ്. ഇതല്ലാതെ പൊടിക്കൈകളുണ്ട്. മുഞ്ഞ ഇലയും വെളുത്തുള്ളിയും അരച്ച് കുറേ നാൾ കൊടുത്തു കഴിഞ്ഞാൽ ഇത് കൺട്രോൾ ചെയ്യാം. ഭൂനാഗം, കുഴിയാന, തലമുടി, ഇത് 3 നെയ്യിൽ വറുത്ത് ആ നെയ്യിൽ അരച്ച് നെറുകയിൽ തളമിട്ടാൽ കൺട്രോൾ ചെയ്യാം. വളരെ കൺട്രോൾ ചെയ്തു. ഈ ഭൂനാഗത്തെ ശുദ്ധി ചെയ്ത് അകത്ത് കൊടുത്താലോ ഭൂനാഗ പ്രസാരണി കാച്ചി കൊടുത്താലോ കൺട്രോൾ ചെയ്യാം. അങ്ങനെ കൺട്രോൾ ചെയ്യാവുന്ന ഒരു വകുപ്പ് മാത്രമാണ്. അതായത് എപ്പോഴെങ്കിലും കുട്ടിക്ക് മോളിബ്ഡീനം അകത്ത് ചെന്നിട്ടുണ്ടെങ്കിൽ അപസ്മാരം ഉണ്ടാകും. ആ അപസ്മാരം ലിവറിലെ കോപ്പർ കുറഞ്ഞു പോയതാണ്. ലിവറിലെ കോപ്പറിൻ്റെ ജാരനാണ് മോളിബ്ഡീനം. ആധുനിക കാലത്ത് കേരളത്തിൽ 1 മുതൽ 5 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് പീഡിയാഷുവർ എന്നൊരു സാധനം ഡോക്ടർമാർ കുറിച്ചു കൊടുക്കുന്നുണ്ട്. അതിൻ്റെ കണ്ടന്റ് നിങ്ങൾ ആയുർവേദക്കാർ പഠിക്കുക. അതിനകത്ത് മോളിബ്ഡീനമുണ്ട്, ക്രോമിയമുണ്ട്, കോപ്പറും ചേർത്തിട്ടുണ്ട്. കോപ്പർ അരിച്ചു പോകും. കോപ്പർ ഈ മോളിബ്ഡീനം അരിച്ചു പോകും. നിങ്ങളിന്ന് ഒരുപാട് വീടുകൾക്ക് വളരെ കളർഫുള്ളായിട്ടുള്ള പെയിൻറ്റ് കണ്ടിട്ടുണ്ട്. ആ പെയിൻറ്റ് പിള്ളേർ നക്കുപോലും ചെയ്തിട്ടുണ്ടെങ്കിൽ മോളിബ്ഡീനം അകത്തിയില്ല, അരിച്ചു പോകും. പശു കുടിച്ചിട്ടുണ്ടെങ്കിൽ പശുവിൻ്റെ കോപ്പർ അരിച്ചു പോകും, പശു ചത്തുപോകും, തളർന്നു പോകും. അത് പെയിൻറ്റിൽ നിന്ന് വരുന്നതാണ്. പെയിൻറ്റും മറ്റും ഉപയോഗിക്കുന്നത് ഇപ്പോൾ കമ്പ്യൂട്ടറിൽ നോക്കിയിട്ടാണ്. വളരെ കൂടുതൽ കളർഫുള്ളായിട്ടുള്ള പെയിൻറ്റുകളിൽ മോളിബ്ഡീനത്തിൻ്റെയൊക്കെ അളവ് വളരെ കൂടുതലാണ്. അപ്പോൾ ചുറ്റുപാടുകളെപ്പറ്റി ഒരു അവയർനെസ് ഉണ്ടാവുക, രോഗിക്ക് അത് പറഞ്ഞു കൊടുക്കുക. അങ്ങനെ വന്നതാണെങ്കിൽ ഭൂനാഗം ശുദ്ധി ചെയ്ത് മണ്ണിര, അത് നാടൻ മണ്ണിര, മറ്റേ മണ്ണിര പ്രയോജനമില്ല, അതിനകത്ത് കോപ്പറില്ല. മണ്ണിരയെ എടുത്ത് വളർത്തി അതിൻ്റെ അകത്തെ മണ്ണ് മോരിലിട്ടോ പാലിലിട്ടോ കളഞ്ഞ് അത് ചെറുതായി എടുത്ത് അതിൻ്റെ സത്വം എടുത്തു കഴിഞ്ഞാൽ ചെമ്പാണ്. ആ ചെമ്പിന് ക്ലാവുണ്ടാവില്ല. ചെമ്പ് നമുക്ക് എടുക്കാം. ആയുർവേദത്തിൽ പ്രോസസ്സുണ്ട്. ആ ചെമ്പകത്തി എന്ന് കഴിഞ്ഞാൽ ലിവറിൽ അത് ചെല്ലും, മാറും. കുപ്രമറ്റെന്ന് പറയുന്ന ഹോമിയോയുടെ മരുന്ന് കൊടുത്താൽ മാറും. അത് കൂടാതെ നിങ്ങൾ ചെമ്പിൻ്റെ താമ്ര ഭസ്മം, താമ്ര സിന്ദൂരം നല്ലപോലെ പുടം ചെയ്തായിരിക്കണം, അല്ലെങ്കിൽ പ്രശ്നമാണ്, കൊടുത്താൽ മാറും. പക്ഷെ ഇതെല്ലാം ലിവറിൽ വരുന്നതിന് മാത്രമാണ്. ഹാർട്ടിലെ ചില പ്രശ്നങ്ങൾ കൊണ്ടുണ്ടാവും, നെർവിലെ ചില പ്രശ്നങ്ങൾ കൊണ്ടുണ്ടാവും, ബ്രെയിനിൻ്റെ വലതുപാർശ്വവും ഇടതുപാർശ്വവുമായിട്ടുള്ള ബന്ധത്തിൻ്റെ ചില പ്രശ്നങ്ങൾ കൊണ്ടുണ്ടാവും, ബ്രെയിനിലേക്ക് പോകുന്ന രക്തത്തിൻ്റെ അളവിൻ്റെ പ്രശ്നങ്ങളുണ്ടാവും. ഇവയെല്ലാം വേർതിരിച്ചറിയാൻ കഴിഞ്ഞാൽ ആയുർവേദത്തിൽ ഒരു 100,000 റെമഡികളുണ്ട് അപസ്മാരത്തിന് മാത്രം. അപസ്മാരം ഉന്മാദ പ്രതിഷേധം എന്ന് പറയുന്നത് വലിയൊരു ചാപ്റ്ററാണ്. അപ്പോൾ ആ നിലയ്ക്ക് കുട്ടിക്കാലം പോലും കൊടുക്കാൻ 100 കണക്കിന് മരുന്നുണ്ട്. എല്ലാ മരുന്നും ഫലപ്രദമാണ്. അതിലേറ്റവും ഫലപ്രദമാണ് മഹാപൈശാചിക ഘൃതം. എനിക്ക് തോന്നുന്നു ഔഷധി മാത്രമേ ഇറക്കുന്നുള്ളൂ എന്ന് തോന്നുന്നു, അല്ലേ? ഔഷധിയേ ഉള്ളൂ എന്ന് തോന്നുന്നു. വേറെ ആരൊക്കെ ഇറക്കുന്നുണ്ടേ? CNN ഇറക്കുന്നുണ്ടാവും. CNN അപ്പോൾ ചികിത്സയുണ്ട്, അതുകൊണ്ടാണ് CNN. ആരോഗ്യ ഫാർമസിക്കുണ്ടാവും. ഉണ്ടെങ്കിൽ അവിടെ കാണാം. മറ്റേ ഔഷധിയിലാണ് കണ്ടിട്ടുള്ളത്. ബാക്കിയുള്ളത് കാരണം വെച്ചാൽ വളരെ ഫലപ്രദമാണ്. ഇറക്കിക്കഴിഞ്ഞാൽ അത് കൊടുത്തു കഴിഞ്ഞാൽ മാറും. പലങ്കഷാദ്യം തൈലവും നല്ലതാണ്. പലങ്കഷാദ്യം തൈലവും നല്ലതാണ്, വളരെ ഫലപ്രദമാണ്. കൊടുത്തു നോക്കിയിട്ടുള്ളതാണ്, കുറഞ്ഞിട്ടുള്ളതാണ്. ഇതൊന്നും കൂടാതെ അരുതയുടെ നീര് കുട്ടിക്കാലത്താണെങ്കിൽ കുറേശ്ശെ കൊടുത്താൽ മാറും. കുരുമുളകും മുത്തലും കൊടുത്താലും മാറും. പെയിൻ
തോതം. സാധാരണഗതിയിൽ ആയുർവേദ മരുന്നിലെ ഏത് കൊടുക്കുമ്പോഴും സിസ്റ്റത്തിലായതുകൊണ്ട് ആ രോഗിക്ക് പെയിൻ ഉണ്ടാകാനുള്ള സാധ്യത വളരെ കുറവാണ്. മോഡേൺ മെഡിസിൻ കൊടുക്കാൻ തുടങ്ങുമ്പോഴുമാണ് ഈ പെയിൻ, ലോക്കലായിട്ടുള്ള പെയിൻ എല്ലാം വളരെ കൂടുതലായി വന്നിരിക്കുന്നത്. സാധാരണ സ്രോതോരോധമില്ലാത്ത ഒരു രോഗിക്ക് പെയിൻ ഉണ്ടാവില്ല എന്നുള്ളത് കോമൺ സെൻസാണ്. അപ്പോൾ സ്രോതോരോധമാണ് പെയിൻ. സ്രോതോരോധത്തിനുള്ള ഏത് ഔഷധം കൊടുത്താലും പെയിൻ നിൽക്കേണ്ടതാണ്. അങ്ങനെയുള്ള മരുന്നുകളെല്ലാം അതിന് ഫലപ്രദമാണ്. എന്നാൽ ലോക്കലായിട്ട് ക്യാൻസറിൻ്റെയും മറ്റും പെയിൻ വളരെ കൂടുതലായി വന്നാൽ നേരത്തെ ഞാൻ പറഞ്ഞ നന്ദ്യാർ വട്ടത്തിൻ്റെ വേര് കഷായം, അതുപോലെ തന്നെ കുമ്പളത്തിൻ്റെ തല, തൊട്ടാവാടി, ഇതൊക്കെ ചേർത്തുള്ള നീര്, ചേർത്ത് യോജിപ്പിച്ചുള്ള നീര്, അതുപോലെ പ്ലാശിൻ്റെ തൊലി, മുരിങ്ങവേരിൻ്റെ നീര്, ഇതെല്ലാം പെയിൻ കുറയ്ക്കാൻ നല്ലതാണ്. കുറയ്ക്കാൻ മാത്രമല്ല, പോകാനും നല്ലതാണ്. പിന്നെ വളരെ ഫലപ്രദമായ ഒന്നാണ് ഗോതമ്പി ഭസ്മം. വെറ്റില നീരിൽ ലേശം കൊടുത്താൽ മതി, പെയിൻ അപ്പം നീക്കും. ഗോതമ്പി വളരെ വളരെ ഫലപ്രദമായി കണ്ടിട്ടുണ്ട് ക്യാൻസറിലും ഒക്കെ. അത് സാധാരണ സ്ത്രീരോഗങ്ങളിൽ അതിൻ്റെ പ്രോബ്ലം വരുമ്പോഴേ കൃത്യമായി സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള ചികിത്സയിൽ സുകുമാരൻ കഷായം, നിമ്പാമൃതാദി, ഫലഘൃതം അല്ലെങ്കിൽ ഫലസർപ്പീസ്, ഒരു മഹാകല്യാണഘൃതം, എള്ള്, ശർക്കര, ജീരകം 4, അരിയാറ്, പിന്നെ ദേവതാരം, മല്ലി, ഇത്രയും സാധനങ്ങൾ ഇടിച്ചു കൂട്ടി വെച്ച് കൊടുക്കുക. വളരെ ഫലപ്രദമായി കണ്ടിട്ടുള്ള പ്രയോഗമാണ്. അതേപോലെ അശോകാരിഷ്ടവും പാർത്ഥാരിഷ്ടവും ധാന്വന്തരം ഗുളിക ചേർത്ത് കൊടുക്കുക. ഇത്രയും ചെയ്താൽ മതിയാവും. ഇത് ഒറ്റയ്ക്ക് ചെയ്യാം, ഓരോന്നായി ചെയ്യാം, 2 at a time ചെയ്യാം, എല്ലാം ചെയ്യാം. ചെമ്പരത്തിമുട്ടും നല്ലതാണ്. നിങ്ങളത് ഗുന്മത്തിൻ്റെ പല വിഭാഗങ്ങളായി ഗുന്മ സംബന്ധികളായ ഔഷധങ്ങൾ കൊണ്ട് ചികിത്സിച്ചാൽ ഏറ്റവും ഫലപ്രദമായി. പിന്നെ ആ രോഗരംഗത്ത് ഏറ്റവും ഫലമുള്ളതാണ് അശോകത്തിൻ്റെ തൊലി, പൂണൂൽ പരുത്തി, അബ്രോമ അഗസ്റ്റ എന്നാണെന്ന് തോന്നുന്നു അതിൻ്റെ പേര്. പൂണൂൽ പരുത്തി അല്ല, പൂണൂൽ ഒലാട്ട് കമ്പലാണ്. അതുകൊണ്ട് അതെല്ലാം ഇതിന് ഫലപ്രദമാണ്, ക്യുക്കായിട്ട് ഫലം തരുന്നതുമാണ്. വളരെ ഫലപ്രദമാണെന്ന് ഞാനും കേട്ടിട്ടുണ്ട്. പഴയ കാലത്ത് ഞാൻ പറഞ്ഞ ആ യോഗ ഗ്രന്ഥത്തിലോ മറ്റോ അതുണ്ടായിരുന്നു. അത് മനസ്സിലായി. അത് കൊടുത്താൽ വളരെ ഫലപ്രദമാണെന്ന് ഞാനും കേട്ടിട്ടുണ്ട്. അങ്ങേയറ്റം ഫലപ്രദമാണെന്ന് കേട്ടിട്ടുണ്ട്. അങ്ങനെയുള്ളതിൻ്റെ കൂട്ട് പല ആളുകളുടെയും കയ്യിലുണ്ട്. ഞാൻ